നമ്മുടെ മലയാളത്തിലെ പല ഡയറക്ടർമാർക്കും പ്രൊഡ്യൂസർമാർക്കും ഈ അസഹിഷ്ണുത എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലാണ്. ആ വീഡിയോ തന്നെ 1 മണിക്കൂർ ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ 2 മണിക്കൂർ കഴിയുമ്പോൾ പരിപാടി പോലെ നിന്റെ വീഡിയോ പോലീസിനെ കൊണ്ടുവരും, ഞാൻ പിടിച്ച് തൂക്കി എടുത്തോണ്ട് പോരും. മനസ്സിലായോ? എന്തിന്റെ പേരിൽ? ഞാൻ ഒരു മിനിറ്റ്, ഞാൻ ആരാണെന്ന് നിനക്കറിയത്തില്ല. എന്റെ പേര് എബ്രഹാം മാത്യു. ആക്ച്വലി ഇവരൊക്കെ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം എന്തെന്നാൽ, നിങ്ങളുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് സിനിമയാണ്, ഒരു വലിയ മാസ് മീഡിയ. അത് നിങ്ങൾ വിൽക്കുന്നത് ഒരു വലിയ മാസ് ഓഡിയൻസിനാണ്. ഈ മാസ് ഓഡിയൻസ് അവരുടെ കയ്യിലുള്ള കാശും സമയവും എല്ലാം കളഞ്ഞിട്ടാണ് നിങ്ങളുടെ സിനിമ കാണാൻ വരുന്നത്. അതവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവരത് തുറന്ന് പറയുക തന്നെ ചെയ്യും. അങ്ങനെ പറയുമ്പോൾ അവരോട് പോയിട്ട് നിങ്ങൾക്ക് പറയാൻ കഴിയില്ല, നിങ്ങൾ ആദ്യം ഒരു സിനിമ ഉണ്ടാക്കി പുറത്തിറക്ക്, എന്നിട്ട് എടാ സ്വന്തം ഒരു പ്രൊഡക്റ്റ് ഇറക്കി കാണിക്കടാ നീയൊക്കെ, എന്നിട്ട് നീ കുറ്റം പറയും. അവരില്ലെങ്കിൽ നിങ്ങളുടെ പ്രോഡക്റ്റിന് യാതൊരു വിലയുമില്ല, നിങ്ങൾക്ക് ഇങ്ങനെ പ്രോഡക്റ്റ് ചെയ്യാനും കഴിയത്തില്ല. പുറത്തിറക്കുന്ന പ്രോഡക്റ്റ് അതെന്തായാലും അത് നല്ലത് മാത്രമായിരിക്കും, അതിന് യാതൊരു കുറവുകളും ഉണ്ടാവത്തില്ല. അതുകൊണ്ട് ആരും അതിനെ കുറ്റം പറയാനും പാടില്ല. നമ്മൾ അവരുടെ പ്രോഡക്റ്റ് ഉപയോഗിക്കുക, അത് ഇഷ്ടപ്പെട്ടാൽ വേണമെങ്കിൽ പറഞ്ഞു, എത്ര വേണോ സംസാരിക്കും. പക്ഷേ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതിനെക്കുറിച്ച് മിണ്ടരുത്, വായും പൊത്തി അകത്ത് പോയി ഇരിക്കുക. ഇതാണ് ഇവിടെ പലരുടെയും മനോഭാവം. പക്ഷെ ഇവരാരും ആലോചിക്കാൻ ശ്രമിക്കത്തില്ല. ഇത്രയും ആൾക്കാർ എൻ്റെ പ്രോഡക്റ്റിനെ കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും ഡിഫോൾട്ട് ഉണ്ടോ? അപ്പോൾ ആ ഡിഫോൾട്ട് ചേഞ്ച് ചെയ്തിട്ട് അടുത്ത തവണ ആ പ്രോഡക്റ്റ് നന്നായിട്ട് ഇറക്കാൻ ഞാൻ ശ്രമിക്കണം എന്ന് ഇവർ ചിന്തിക്കത്തില്ല. ഇവരുടെ തലയിൽ എന്താ, എൻ്റെ പ്രോഡക്റ്റിന് ഡിഫോൾട്ട് ഒന്നുമില്ല.